പുനരുപയോഗ ഊർജ്ജ ഉപഭോഗം ലക്ഷ്യമിട്ടുള്ള പദ്ധതികളുമായി കെ.എസ്.ഇ.ബി. കെട്ടിടങ്ങളിൽ സോളാർ പ്ലാന്റുകൾ നിർബന്ധമാക്കാൻ നിർദ്ദേശിച്ചുള്ള കരട് ഊർജ്ജ നയം തയ്യാറാക്കി. കേരളത്തിലെ ഉയർന്ന വൈദ്യുതി ഉപഭോഗം കണക്കിലെടുത്താണ് കരട് നയത്തിലെ നിർദ്ദേശങ്ങൾ. 2025 കേരള എനർജി പോളിസിയുടെ കരടിലാണ് കെ.എസ്.ഇ.ബി. പുതിയ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. പ്രതിമാസം 500 യൂണിറ്റിൽ കൂടുതൽ വൈദ്യുതി ഉപയോഗിക്കുന്നതും കുറഞ്ഞത് 100 ചതുരശ്ര മീറ്റർ അഥവാ 1076 ചതുരശ്ര അടി മേൽക്കൂരയുള്ളതുമായ വീടുകൾക്ക് സോളാർ പ്ലാന്റുകൾ നിർബന്ധമാക്കണമെന്നതാണ് കെ.എസ്.ഇ.ബിയുടെ ശുപാർശ. അത്തരം വീടുകളിൽ കുറഞ്ഞത് 1 കിലോവാട്ട് ശേഷിയുള്ള സോളാർ പ്ലാന്റുകൾ സ്ഥാപിക്കണമെന്നാണ് നിർദ്ദേശം. ഗാർഹികേതര ഉപഭോക്താക്കൾ കുറഞ്ഞത് 3 കിലോവാട്ട് ശേഷിയുള്ള സോളാർ പ്ലാന്റുകൾ സ്ഥാപിക്കണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. 400 ചതുരശ്ര മീറ്ററിൽ കൂടുതൽ വിസ്തൃതിയുള്ള ഗാർഹികേതര സ്ഥാപനമാണെങ്കിൽ 5 കിലോവാട്ട് ശേഷിയുള്ള പ്ലാന്റ് സ്ഥാപിക്കേണ്ടി വരും. നയം പ്രാബല്യത്തിൽ വന്നാൽ പ്ലാന്റ് സ്ഥാപിക്കാൻ പുതുതായി നിർമ്മിക്കുന്ന വീടുകൾക്ക് 6 മാസത്തെ സമയവും പഴയ വീടുകൾക്ക് 12 മാസത്തെ സമയവുമാണ് അനുവദിക്കുക. നഗരപ്രദേശങ്ങളിലെ എല്ലാ കെട്ടിടങ്ങളിലും ഇലക്ട്രിക് വാഹനങ്ങൾക്ക് ചാർജിംഗ് പോയിന്റ് നിർബന്ധമാക്കണമെന്നും കരട് പോളിസിയിൽ നിർദ്ദേശമുണ്ട്. പദ്ധതി നടപ്പിലാക്കാൻ കെട്ടിട നിർമ്മാണ നയങ്ങളിൽ ഭേദഗതി വരുത്താനും ഇൻസെന്റീവ് അടക്കമുള്ള പ്രോത്സാഹന നടപടികൾ സ്വീകരിക്കാനും കരട് പോളിസിയിൽ നിർദ്ദേശിക്കുന്നു. വൈദ്യുതി ഉപയോഗം കൂടി വരുന്ന ഇന്നത്തെ കാലത്ത് പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകൾക്ക് പകരം മറ്റു വഴികൾ തേടേണ്ടത് അത്യാവശ്യമാണ്. അത്തരത്തിൽ പുനരുപയോഗ ഊർജ്ജ സ്രോതസ്സുകളെ ഉപയോഗിക്കാനുള്ള നിർദ്ദേശങ്ങളാണ് 2025 എനർജി പോളിസിയിലൂടെ കെ.എസ്.ഇ.ബി. മുന്നോട്ട് വയ്ക്കുന്നത്. ക്യാമറാമാൻ ജയകുമാറിനോടൊപ്പം വി.എസ്. അനന്തു, ദൂരദർശൻ ന്യൂസ്, തിരുവനന്തപുരം.